ഞങ്ങൾക്കിപ്പോൾ സാറ്റർഡേ ആയി കഴിഞ്ഞാൽ തപ്പിപ്പിടിച്ച് അനു ഏതെങ്കിലും ഒരു ടീ റൂമോ അല്ലെങ്കിൽ ഒരു കഫേയൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും റിവറിൻ്റെയോ ലേക്കിൻ്റെയൊക്കെ അടുത്തുള്ളൊരു ഒരു കഫേ. അതാണ് ഇപ്പോഴത്തെ ഒരു സാറ്റർഡേ റുട്ടീൻ. രാവിലെ ആകുമ്പോൾ കെട്ടിപ്പറക്കി എന്നിട്ട് പോരുക, എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ കുറച്ച് നേരം നടക്കുക, തിരിച്ചു പോകുക. അങ്ങനെയായിപ്പോൾ ഞങ്ങളുടെ സാറ്റർഡേ, കുറച്ച് സാറ്റർഡേയ്സ് ആയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വിൻസറിലൊരു ലേക്ക് വ്യൂ കഫേ. ലേക്ക് വ്യൂ കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കയറിയിട്ടില്ല, പുറത്തുനിന്ന് കണ്ടിട്ട് ആകെ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. എന്നാലും കുറേ ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫിഷറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഫിഷിങ്ങിനുള്ളൊരു സ്ഥലം കൂടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഫിഷിംഗ് ഗിയറൊക്കെ വലിയ വലിയ ബാഗൊക്കെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പുറത്തുനിന്ന് കാണുമ്പോൾ ഇടിഞ്ഞു പൊഴിഞ്ഞ പോലെ തോന്നിയെങ്കിലും ഉള്ളിൽ നല്ല ഭംഗിയാട്ടോ. എന്നുവെച്ചാൽ എല്ലാം നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ, എല്ലാം നല്ല ക്യൂട്ട് സാധനങ്ങളായിട്ട്. ഇതിനകത്താണെങ്കിൽ ഒരു കുഞ്ഞ് ലൈബ്രറി സെറ്റപ്പ് ഉണ്ട്, നിറയെ ബുക്സൊക്കെ ആയിട്ട്. അയക്കി അത് കണ്ടോടുകൂടി വായന തുടങ്ങി. അപ്പോൾ ചേട്ടനനുകരിച്ച് എല്ലാം ബുക്കൊക്കെ എടുത്ത് വായിക്കാനിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് അനു സ്ഥിരം കോഫി, ഞങ്ങൾ ഇങ്ങനെ പലതരം കേക്കുകളും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞ് കഫേയിലെല്ലാം നല്ല എന്താ പറയുക, ഒരു ഹോം മെയ്ഡ് ഫീലിലായിരിക്കും എല്ലാ സാധനങ്ങളും. പിന്നെ മറ്റേ സ്കോൺസും ക്ലോട്ടഡ് ക്രീമും ആ ഒരു കോമ്പിനേഷനും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങളിവിടുത്തെ ഈ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങി ഫിഷിങ്ങിൻ്റെ സാധനമൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കും ഫിഷിങ് കാണാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബാരിയർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഇതിൻ്റെ പെർമിറ്റ് ഉള്ളവർക്ക് കിടക്കാൻ പറ്റുള്ളൂ. പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് എടുക്കാം. പക്ഷേ നമ്മൾ ഇവിടുത്തെ ആളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് ഇച്ചിരി ഡേഞ്ചറസാണ്, ബിക്കോസ് ഇൻഷുറൻസ് ഒക്കെ വേണം. എന്താ അതിൻ്റെ ഉള്ളിൽ പോയി ഫിഷിനെ ഇവർ പിടിക്കുമ്പോൾ ചിലപ്പോൾ ചാട് കുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിസ്കി. അപ്പം പിള്ളേരെയും കൊണ്ട് പോകുന്നത് അത്ര സേഫ് അല്ല എന്ന് ഇവിടുത്തെ ആൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകണ്ടെന്ന് വെച്ചു. പക്ഷെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫിഷ് ചെയ്യണവർ ഇങ്ങനെ ഇയാൾ പറയായിരുന്നു, ഇതൊന്നും ഇങ്ങനെ വെറുതെ ഫിഷ് ചെയ്യാൻ വന്നിരിക്കണവരല്ല, കോമ്പറ്റീഷനാണെന്ന്. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിടിക്കണതോ അല്ലെങ്കിൽ ഏറ്റവും വലുതിനെ പിടിക്കണതോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവർക്ക് 100 pounds പ്രൈസൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില കോമ്പറ്റീഷനിൽ അതിങ്ങനെ ഭയങ്കര വലിയ എമൗണ്ടൊക്കെ ആയിരിക്കുന്നു പ്രൈസ് മണി. ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള വായിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഇവർ കൊണ്ടുപോകല്ല. എനിക്ക് തോന്നുന്നു അവിടെ എഴുതി വെച്ചിട്ടുള്ള അനുസരിച്ച് പിടിച്ചിട്ട് തൂക്കം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് വിടണം. അങ്ങനെ കുറേ റൂളുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തോ ടൈപ്പ് ഹുക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ചില ടൈപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെ കുറേ റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്. കഫേ എന്ന് പറഞ്ഞാലേ, ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ പോലെ, എന്താ പറയുക, ലേക്കിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബിൽഡിംഗ് പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഭയങ്കര ഭംഗി. എന്താ പറയുക, ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ടീ റൂം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. അതായത് ഈ ടേബിൾ മാറ്റ്സൊക്കെ പ്രോപ്പർ ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഇരിക്കുന്ന കുഷ്യൻസും ഒക്കെ ഉണ്ടല്ലോ, നല്ല നല്ല ഡിസൈൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതും പക്ക ഇംഗ്ലീഷ് ടൈപ്പ് കുഷ്യൻസ്. ഉള്ളിലുള്ള ഈ ക്രോക്കറീസിലെ ഇംഗ്ലീഷ് ടീ കപ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടീ കപ്സ് കൊണ്ടാണ് വാളുകൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. മാഷേമയുള്ള കുഞ്ഞു ഇപ്പോൾ സോൾട്ട് പെപ്പർ ഷേക്കേഴ്സൊക്കെ എല്ലാം ഇങ്ങനെ നല്ല ക്യൂട്ട്, നല്ല രസമുള്ള ഇംഗ്ലീഷ് സ്റ്റൈലിൽ സെർവ് ചെയ്യണത് ആ സ്റ്റൈലിൽ നല്ല ഭംഗിയാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് തന്നെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെടികൾ വെച്ചിട്ടുള്ളത് മുഴുവൻ ഈ പണ്ടത്തെ ഇംഗ്ലീഷ് സ്റ്റൈൽ, മറ്റേ എന്താ പറയുക, കെറ്റില അല്ല എന്താ പറയാൻ, അങ്ങനത്തെ സാധനങ്ങളുടെ ഉള്ളിലാണ് ചെടികൾ വെച്ചിട്ടുള്ളത്. ഒരു പക്ക പ്രോപ്പർ ഇംഗ്ലീഷ് കഫേ. ഇവിടെ ലേക്കിൻ്റെ ചുറ്റും നടക്കാം, ഫിഷിങ് കാണാമെന്നുള്ള പ്ലാനിലാണ് ഇവിടെ വന്നതെങ്കിലും അതെല്ലാം പുകയായി പോയ സ്ഥിതിക്ക് ഞങ്ങൾ വേറെ എവിടേക്കെങ്കിലും കൂടെ ഒന്ന് പോകാമെന്നുള്ള പ്ലാനിലാണ്. നോക്കട്ടെ.
എന്നാൽ പിന്നെ ഇനി എങ്ങോട്ട് പോകാമെന്ന് നോക്കിയപ്പോഴാണ് എന്നാൽ സ്റ്റെയിൻസ് അപ്പോൺ തേംസിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ അവിടുത്തെ മാർക്കറ്റ് നല്ല അടിപൊളി മാർക്കറ്റ്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു സാറ്റർഡേ മാർക്കറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൈവ്ലി, കുറേ ഷോപ്പുകളും കുറേ ആൾക്കാരും കുറേ ഫുഡ് സ്റ്റോളൊക്കെ ആയിട്ട് നല്ല രസമുള്ള മാർക്കറ്റ്. എന്നാൽ പിന്നെ അതിൽ കൂടെ നടക്കാമെന്നും പറഞ്ഞ് നടത്താൻ തുടങ്ങി. പിള്ളേരെയും കൊണ്ടൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, എല്ലാ ലൊട്ടിലൊടുക്ക് സാധനം കാണുമ്പോഴും ക്യാൻ വി ബൈ ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പാരൻസിന് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് ഇല്ല ഇത് പറ്റില്ല ഇത് നമുക്ക് പിന്നെ വാങ്ങാം, ഇത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും വാങ്ങാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഷാരൺ ഫ്രൂട്ട്. അതിനെനിക്ക് തോന്നുന്നു വേറെ പേരാണ് പേഴ്സിമൺ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്. നോർമലി സൂപ്പർ മാർക്കറ്റുകളിൽ അത് കാണില്ല, പക്ഷേ ഇങ്ങനത്തെ മാർക്കറ്റ്സിൽ ഫ്രൂട്ട് സ്റ്റാളുകളിൽ എപ്പോഴും കാണാം. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും സംഭവം കണ്ടു. അപ്പോൾ അത് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിയതാണ് ഈ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അറിയാലോ, ഒരു ഫുഡി ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിച്ച പരിചയത്തിൽ പറയുകയാണ്, ഇത്രയും ഫുഡിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് ഫുഡ് വാങ്ങാതെ പോകാൻ പറ്റുമോ? അപ്പോൾ എഗെയിൻ നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് കിക്കിൻ ചെയ്തു. ബിരിയാണിയും ചിക്കൻ എന്തോ ഒരു സംഭവമൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങളുടെ സാറ്റർഡേ അങ്ങനെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. നിങ്ങളെല്ലാവരും എൻജോയ് യു, സ്റ്റേ ബ്ലെസ്ഡ്.